വെൽക്കം ടു ഈസി ഹാൻഡ് വർക്ക്സ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു നെക്ക് ഡിസൈനാണ്. ഈ നെക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത് 2 വീഡിയോ ആയിട്ടാണ്. അപ്പോൾ പാർട്ട് 1 ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. പാർട്ട് 1 കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടിട്ട് പാർട്ട് 2 കാണുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഞാൻ മേളിൽ വീഡിയോയിൽ ഡിസ്പ്ലേ ചെയ്യാം അതിൻ്റെ ലിങ്ക്. അപ്പോൾ പാർട്ട് 1 കണ്ടിട്ട് പാർട്ട് 2 കാണാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ചുറ്റുമുള്ള ഈ ഡിസൈൻസാണ് ഇനി ചെയ്യാനുള്ളത്. അപ്പോൾ അത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗ്രാനിറ്റോസ് എന്ന് പറഞ്ഞ സ്റ്റിച്ച് ഉപയോഗിച്ചിട്ടാണ്. ഞാൻ ഓൾറെഡി ഇത്രയും കംപ്ലീറ്റ് ചെയ്തു. ഇതൊക്കെ ഗ്രാനിറ്റോസ് എന്ന് പറഞ്ഞ സ്റ്റിച്ച് ഉപയോഗിച്ച് ചെയ്തിട്ടുള്ളതാണ്. ഇനി ആകെ ഇത്രയും കൂടെ ചെയ്യാനുള്ളൂ. ഇതെങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഇവിടെ നിന്ന് സൂചി താഴ്ത്തുന്ന മേലേക്ക് കൊണ്ടുവരാം. എന്നിട്ട് നമുക്ക് എത്ര ലെങ്ത്തിലുള്ള സ്റ്റിച്ചാണോ വേണ്ടത് അത്രയും ലെങ്ത്തിലുള്ള ഒരു സ്ട്രെയിറ്റ് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ അവിടെ നിന്ന് ഏകദേശം ഇത്രയും ലെങ്ത്തിലാണ് നമ്മൾ ചെയ്യാൻ പോണത്. അവിടെ സൂചി താഴ്ത്തിക്കൊണ്ട് പോവാം. എന്നിട്ട് വീണ്ടും ഇതേ ഹോള്, നമ്മൾ നേരത്തെ ഏത് ഹോളിൽ കൂടെയാണോ നൂല് കൊണ്ടുവന്നത് അതേ ഹോളിൽ കൂടെ താഴ്ത്തുന്ന നൂല് വീണ്ടും കൊണ്ടുവരാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ സ്റ്റിച്ചിൻ്റെ 2 സൈഡിലും ഓരോരോ സ്ട്രെയിറ്റ് സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. ആദ്യം ഇപ്പുറത്തെ സൈഡിൽ ഇങ്ങനെ പോയിട്ട് അതേ ഹോളിൽ കൂടെ തന്നെ താഴ്ത്തിക്ക് കൊണ്ടുപോവുക. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഈ ഹോളിൽ കൂടെ വീണ്ടും സൂചി മേളിലേക്ക് കൊണ്ടുവരണം. എന്നിട്ട് ഇപ്പുറത്തെ സൈഡിൽ കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കും. അപ്പോൾ അതിന് നമുക്ക് ഈ സൈഡിൽ കൂടെ ഒരെണ്ണം കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ താഴത്തേക്ക് സൂചി ഏത് ഹോളിൽ കൂടെയാണ് കൊണ്ടുപോയത് അതിൽ കൂടെ തന്നെ താഴത്തേക്ക് വീണ്ടും കൊണ്ടുപോവുക. അപ്പോൾ ചെയ്യാനുള്ളത് നമ്മൾ ഈ സൈഡിലാണ് നമ്മൾ സ്റ്റിച്ച് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ കൈ ഒന്നിങ്ങനെ വെച്ച് കൊടുക്കുക. ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക, വിരലൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പോൾ പതുക്കെ ഇപ്പോഴത്തെ സൈഡിലേക്ക് ആ സ്റ്റിച്ചായി കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് വലിക്കുക. അപ്പോൾ ഈ സ്റ്റിച്ച് ഇപ്പുറത്തെ സൈഡിൽ വന്ന് കിടക്കണ പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ വീണ്ടും ഇത് നന്നായിട്ട് വലിക്കണ്ട, ഇതൊന്ന് ജസ്റ്റ് അങ്ങനെ ഇരുന്നോട്ടെ, ഒരു 3D ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോണത് ഇവിടുന്ന് സൂചി വീണ്ടും മേളിലേക്ക് കൊണ്ടുവരാം. എന്നിട്ട് ഈ സൈഡിൽ കൂടെ ഒരു സ്റ്റിച്ചാണ് കൊടുക്കാൻ പോണത്. അപ്പോൾ കറക്റ്റ് അതേ ഹോളിൽ കൂടെ തന്നെ സൂചി മേളിലേക്ക് കൊണ്ടുവരാം. എന്നിട്ട് ഈ നൂലൊന്ന് ഇങ്ങനെ പിടിച്ചു കൊടുക്കുക, അപ്പുറത്തെ സൈഡിൽ കൂടെ വരുന്ന രീതിയിൽ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതേ ഹോളിൽ കൂടെ തന്നെ താഴ്ത്തിക്ക് കൊണ്ടുപോവുക. അപ്പോൾ വിരലൊന്നിങ്ങനെ വെച്ച് കൊടുക്കുക. പതുക്കെ വിടുക, ഈ സൈഡിൽ കൂടെ വരുന്ന രീതിയിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊരു പെറ്റൽ ലുക്ക് കിട്ടും നമുക്ക്. ഇത്രയേ ഉള്ളൂ ഗ്രാനിറ്റോ സ്റ്റിച്ച്. ഇത് നമ്മൾ ഇപ്പോൾ ഞാൻ വൂളൻ ത്രെഡ് ഉപയോഗിച്ചതുകൊണ്ടാണ് 3 സ്ട്രെയിറ്റ് സ്റ്റിച്ചിൽ ഇത് തീർന്നത്. നമ്മൾ വേറെ എന്തെങ്കിലും കട്ടി കുറഞ്ഞ ത്രെഡാണ് ഉപയോഗിക്കണമെന്ന് വെച്ചാൽ വീണ്ടും നമ്മൾ ഇപ്പുറത്തെ സൈഡും അപ്പുറത്തെ സൈഡും ഒരേപോലെ എത്ര സ്ട്രെയിറ്റ് സ്റ്റിച്ച് വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം. നമുക്ക് ആ ലുക്ക് കിട്ടുന്നത് വരെ, ഒരു പെറ്റൽ ലുക്ക് കിട്ടുന്നത് വരെ നമുക്ക് എത്ര വേണമെങ്കിലും ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ ഇതെല്ലാം ചെയ്തെടുത്താൽ മതി.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗ്രാനിറ്റോസ്. ഇനി ഇതിന് പുറകിലൊരു നോട്ടിട്ട് സെക്യൂർ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഡിസൈൻ കംപ്ലീറ്റ് ആയി. എല്ലാം ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനത്തെ ഒരു ലുക്കാണ്. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.